പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 1-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ വർഷത്തിൻ്റെ 9-ാം മാസത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ പുത്തൻ മാസത്തിൻ്റെ പുത്തൻ ദിനമായ ഈ വിശുദ്ധ ദിനം നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ സർവകൃപാലുവായ ദൈവം ജീവജലം ശ്രവിക്കുന്ന ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 20-ാം വാക്യം. സെയിന്റ് മാർക്ക് ചാപ്റ്റർ 4 വേഴ്സ് 20 നാം ഇപ്രകാരം വായിക്കുന്നു: നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ. അവർ 30, 60, 100 മേനി വിളയുന്നു. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ കടൽക്കരയിൽ വെച്ച് ഉപദേശിച്ചു കൊണ്ടിരുന്നു. ജനം ധാരാളമായി തിങ്ങിക്കൂടിയപ്പോൾ യേശു പടകിൽ കയറിയിരുന്നു കൊണ്ട് കടൽക്കരയിലുള്ള ജനങ്ങളെ ഉപദേശിച്ചു. അതിനാറ്റിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഉപമയാണ് വിത്ത് വിതയ്ക്കുന്നവന്റെ ഉപമ. വിത്ത് വിതയ്ക്കുന്നവൻ വിത്ത് വിതയ്ക്കുവാൻ പുറപ്പെട്ടു. 4 സ്ഥലങ്ങളിലായി വിത്ത് വിതയ്ക്കപ്പെട്ടു. അതെ, 1 വഴിയരികെ, 2 പാറസ്ഥലത്ത്, 3 മുള്ളിനിടയിൽ, 4 നല്ല നിലത്ത്. ഒരേ വിതയ്ക്കുന്ന ആൾ ഒരേ വിത്ത് ഒരേ നിലയിൽ വിതച്ചു 4 ഇടങ്ങളിലാണ്. എന്നാൽ പിന്നീട് യേശു തനിയെ ഇരിക്കുമ്പോൾ പന്തിരുവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഉപമകളെക്കുറിച്ച് സംസാരിച്ചു. അവർക്ക് ഇതെന്താണെന്ന് ഗ്രഹിക്കുവാൻ കഴിയാതെ ഇരുന്നതിനാൽ യേശു അവർക്ക് വിഭാഗിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ 1-ാമത്തേതും 2-ാമത്തേതും 3-ാമത്തേതും അത് എന്താണ്, അത് ഏതിനെ പ്രതിനിധാനം ചെയ്യുന്നു, ഇവയെല്ലാം പറഞ്ഞിട്ട് 4-ാമത്തേത് നല്ല മണ്ണിൽ വീണത്, നല്ല നിലത്ത് വീണത് എന്താണ് എന്ന് പറയുകയാണ്. പറയുന്നു, വചനം അവർ കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. അതാണ് ഏറ്റവും പ്രധാനം. വചനം അവർ കേട്ടു, സ്വീകരിച്ചു, അംഗീകരിച്ചു, അനുസരിച്ചു, പാലിച്ചു. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? അത് 30, 60, 100 മേനിയായി വിളവെടുക്കുവാൻ കഴിഞ്ഞു. 2024 9-ാം മാസത്തിന്റെ പുത്തൻ പ്രഭാതമായ ഈ വിശുദ്ധ ദിനം അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേൾക്കുന്ന എൻ്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളുടെ അറിവ് വെച്ച പ്രായം മുതൽ വചനം വിവിധ നിലകളിൽ കേൾക്കുന്നു. അതിന്ന് നാം ആരാധനയ്ക്ക് പോയി വചന ശുശ്രൂഷ ശ്രവിക്കുന്നു. ധാരാളം കൂട്ടങ്ങൾ, കൂട്ടായ്മകൾ, ഉപവാസ പ്രാർത്ഥനകൾ, കൺവെൻഷൻ യോഗങ്ങൾ, TV മാധ്യമങ്ങൾ, യൂട്യൂബ് വഴി എന്തിന് ജീവജലം കേൾക്കുവാൻ തുടങ്ങിയിട്ട് 4.5 വർഷത്തിലധികമായി അനേക ദൈവമക്കളുടെ വചനങ്ങൾ, ശുശ്രൂഷകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മിൽ എത്ര പേര് ഇത് അംഗീകരിക്കുന്നുണ്ട്, ഇത് അനുസരിക്കുന്നുണ്ട്, ഇത് പാലിക്കുന്നുണ്ട്? ജീവിതത്തിൽ അനുഗ്രഹമില്ല, സങ്കടമാണ്, വിഷമമാണ്, ഭാരമാണ്, എന്നും കണ്ണുനീരാ, എന്നും ദുരിതമാ, ഈ പാടും ബുദ്ധിമുട്ടും പറഞ്ഞുകൊണ്ട് ദൈവദാസന്മാരുടെ പുറകെ, പ്രാർത്ഥനാ ഗ്രൂപ്പിന് പുറകെ
ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലോട്ട്, ഒരു ദൈവദാസനിൽ നിന്ന് മറ്റൊരു ദൈവദാസനിലോട്ട് ഓട്ടവും ചാട്ടവും പരാതിയും നടക്കുന്നതല്ലാതെ 100 മേനി വേണ്ട, 60 മേനി വേണ്ട, 30 മേനിയെങ്കിലും ഇന്നുവരെ വിളവെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നാം വചനം കേൾക്കുന്നവരാണെങ്കിലും അത് അംഗീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ അനുസരിക്കുവാനോ പാലിക്കുവാനോ തയ്യാറല്ല. നമ്മുടെ തലയിൽ നമ്മൾ ചിലത് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വിശ്വാസപരമായിട്ടുള്ളതാണേലും കൊള്ളാം, ആത്മീയപരമായിട്ടാണേലും കൊള്ളാം, സഭാപരമായിട്ടാണേലും കൊള്ളാം, നമ്മൾ കണ്ടെത്തിയ നമ്മുടെ സ്വന്തം വിശ്വാസ പ്രമാണമാണെങ്കിലും കൊള്ളാം. ഇതിനപ്പുറത്ത് ഒരു ചുവട് മാറ്റി ചിന്തിക്കുവാൻ, വചനം കേട്ട് അനുസരിക്കുവാൻ നമ്മൾ തയ്യാറല്ല. പ്രസംഗം കേൾക്കുമ്പോൾ നല്ല മാർഗമൊക്കെ ഇടും, ഇതുപോലെ തന്നെ ഞാൻ ചെയ്യുമെന്ന് തീരുമാനിക്കും, വേണമെങ്കിൽ കൈപൊക്കും, എഴുന്നേറ്റ് നിന്ന് തല കുനിച്ച് സമർപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഹോള് വിട്ടിറങ്ങുമ്പോൾ, പന്തല് വിട്ടിറങ്ങുമ്പോൾ, പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ തീരുമാനവും അതുവഴി അങ്ങ് പോകും. അതുകൊണ്ട് ഈ പുത്തൻ മാസത്തിന്റെ പുത്തൻ ദിനത്തിൽ ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, 30, 60, 100 മേനിയായി ഈ സെപ്റ്റംബർ മാസം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു വിളവിന്റെ, നല്ലൊരു കൊയ്ത്തിന്റെ, നല്ലൊരു അനുഗ്രഹത്തിന്റെ മാസമായി, കാലഘട്ടമായി മാറണമെങ്കിൽ എങ്ങും ഓടണ്ട, ആരുടെ പിന്നിലും പോകണ്ട. വചനം അനുസരിക്കുക, വചനം ഉൾക്കൊള്ളുക. യേശു തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ പല സന്ദർഭങ്ങളിലായി ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിലും അല്പം കൂടെ ഗൗരവമേറിയതാണ്. യേശു ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾ വചനം അറിയായികയാൽ തെറ്റിപ്പോകുന്നു. ശരിയല്ലേ? നമ്മൾക്ക് വേണ്ടവണ്ണം വചനം ഗ്രഹിക്കുവാൻ കഴിയാത്തത് കൊണ്ട്, അത് മനസ്സിലാക്കുവാൻ പറ്റാത്തത് കൊണ്ട് തെറ്റിപ്പോവുകയാണ്. 30, 60, 100 മേനി ഫലം കൊടുക്കേണ്ട ഞാനും നിങ്ങളും ഫലമില്ലെന്ന് മാത്രമല്ല തെറ്റിപ്പോവുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ 8 മാസക്കാലം നിങ്ങൾ പ്രതീക്ഷിച്ച ഫലം കൊടുക്കുവാൻ കഴിഞ്ഞില്ലയോ? നിങ്ങൾ ആഗ്രഹിച്ച ഫലം നേടുവാൻ സാധിച്ചില്ലയോ? ഈ 9ാമത്തെ മാസത്തിൽ അത് പ്രാപിച്ചെടുക്കണം. എങ്ങനെ പ്രാപിക്കണം? ദൈവവചനം പാലിക്കണം, അനുസരിക്കണം. ദൈവവചനത്തിൽ കൂടെ നമ്മുടെ കാര്യങ്ങൾ മുൻപോട്ട് നീക്കണം. നിശ്ചയമായും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ 30, 60, 100 മേനി ഫലം തരുവാൻ ദൈവം മതിയായവനാ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷന്റെ വിഷയമാണോ? ജോലിയുടെ വിഷയമാണോ? ഒരു വിവാഹ കാര്യമാണോ? വിദൂരത്തുള്ള നിങ്ങളുടെ മകന്റെയോ മകളുടെയോ നിലനിൽപ്പിന്റെ പ്രശ്നമാണോ? അവരുടെ ജോലി സംബന്ധമായിട്ടുള്ളതാണോ? അവരുടെ വീസ സംബന്ധമായിട്ടുള്ളതാണോ? കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവരുടെ തലമുറ സംബന്ധിച്ച് ചില പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ ദൈവസന്നിധി വെച്ചിട്ടുണ്ടോ? ദൈവം അതിന്മേൽ നീക്കുപോക്ക് നൽകട്ടെ. ഒരു ഭവനപണി ആഗ്രഹിച്ചിട്ട് നടക്കാതെയും പൂർത്തീകരിക്കാതെയും ഭാരപ്പെടുകയാണോ? ഈ മാസം അതിന്മേൽ ദൈവം ഇടപെടട്ടെ. വിദേശ യാത്രയ്ക്കൊരുങ്ങി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ട് ഇതുവരെയും നടക്കാത്ത അവസ്ഥയിലാണോ? എവിടെയാണ് നിങ്ങളുടെ പ്രശ്നം? ആ പ്രശ്നത്തിന്റെ കാരണം ദൈവവചനം പരിപൂർണം അനുസരിക്കാത്തതാണ്, അംഗീകരിക്കാത്തതാണ്, ഉൾക്കൊള്ളാത്തതാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാല ജീവിതത്തിൽ സംഭവിച്ച കുറവുകളെയും പോരായ്മകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് ഈ 9ാം മാസം ഒരു വിടുതലിന്റെ മാസമായി, അനുഗ്രഹത്തിന്റെ മാസമായി, സമാധാനത്തിന്റെയും നന്മയുടെയും മാസമായി, 100 മേനി വിളവെടുക്കുന്ന ദൈവകൃപയുടെ മാസമായി തീരുവാൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിച്ച് ഈ പുതുമാസത്തിലേക്ക് പ്രവേശിക്കാം. ജീവജലം നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, പ്രിയ ശ്രോതാക്കളെ, പ്രിയ ദൈവമക്കളെ,
നിങ്ങളെ തമ്പുരാൻ അനുഗ്രഹിക്കുവാൻ തയ്യാറായി നിൽക്കുകയാ. കർത്താവിന് മറ്റൊന്നും ആവശ്യമില്ല. കർത്താവിന് ആവശ്യം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന ഈ ദൈവവചനം അതുപോലെ സ്വീകരിക്കുക, അതുപോലെ അനുസരിക്കുക. നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും. അതുകൊണ്ട് ദൈവവചനത്താൽ എൻ്റെ എല്ലാ ശ്രോതാക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വിശുദ്ധ ദിനം ആരാധനയിൽ സംബന്ധിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷ അനുഭവിച്ച് കർത്തൃമേശയിൽ പങ്കുകൊണ്ട്, അതെ, കർത്താവിൻ്റെ ശരീര രക്തങ്ങളെ ഉൾക്കൊണ്ട് ദൈവകൃപയോട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ ദിനം, ഈ പുതിയ സെപ്റ്റംബർ മാസം ഒരു വലിയ വിടുതലിന്റെയും 30-ന്റെയും 60-ന്റെയും 100-ന്റെയും മേനി വിളവെടുക്കുന്ന ഒരു വലിയ വിടുതലിന്റെയും സമൃദ്ധിയുടെയും മാസമായി തീരട്ടെ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ ഈ ദിവസങ്ങളിൽ തമ്പുരാൻ മഞ്ഞിനെയും മഴയെയും അയക്കട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കട്ടെ. അടഞ്ഞിരിക്കുന്ന വാതിലുകളെ തമ്പുരാൻ തുറക്കട്ടെ. നിങ്ങളുടെ മുമ്പിൽ കെട്ടപ്പെട്ടിരിക്കുന്ന സകല ആ വാതിലുകളും, സകല അനുഗ്രഹങ്ങളും, സകല പോരായ്മകളും പോരാട്ടങ്ങളും കെട്ടഴിഞ്ഞ് ബന്ധനം മാറി വിടുതലായി ഒരു വലിയ നന്മയായി ഭവിക്കട്ടെ. അങ്ങനെ ഒരു അനുഗ്രഹത്തിന്റെ മാസമായി ദൈവകൃപയോടെ മുന്നേറുവാനും വചനം കേട്ട് അംഗീകരിച്ച് അനുസരിച്ച് പാലിച്ച് 30-ഉം 60-ഉം 100-ഉം മേനിയായി സഭയ്ക്കും ദേശത്തിനും കുടുംബത്തിനും സമൂഹത്തിനും ദൈവത്തിനും അനുഗ്രഹവും മാതൃകയുമുള്ള ശുശ്രൂഷക്കാരായി തീരുവാൻ ഇന്നത്തെ ദിനം ഈ വാഗ്ദത്ത വചനത്താൽ എന്നെയും നിങ്ങളെയും ഒരുക്കട്ടെ. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ മാസത്തിന്റെ പുത്തൻ ദിനത്തിനായി സ്തോത്രം. ഈ വർഷത്തിന്റെ 9-ാം മാസത്തിന്റെ 1-ാം ദിനമായ വിശുദ്ധ ദിനം ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാരോട് ചേർന്ന് സ്വർഗത്തിലെ ദൈവം പരിശുദ്ധൻ 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 എന്ന് വാഴ്ത്തുവാൻ ഞങ്ങൾക്കും ആയുസ്സും ആരോഗ്യവും തന്നതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഉൾക്കൊള്ളുവാൻ, അംഗീകരിക്കുവാൻ, പാലിക്കുവാൻ, അനുസരിക്കുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഞങ്ങൾ വചനം അനുസരിക്കുമ്പോൾ അതിൽ കൂടെ 30-ഉം 60-ഉം 100-ഉം മേനി ഫലമുള്ളവരായി തീരുമെന്ന് യേശു തമ്പുരാൻ വിഭജിച്ചു കൊടുത്ത വചനത്തിൽ കൂടെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഈ സെപ്റ്റംബർ മാസം വിടുതലിന്റെ, അനുഗ്രഹത്തിന്റെ, വളർച്ചയുടെ, ഉയർച്ചയുടെ മാസമാക്കി തീർക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിന്മേലും 30-ഉം 60-ഉം 100-ഉം മേനി കൊയ്തെടുക്കുവാൻ അപ്പനവിടുന്ന് കൃപ ചെയ്യണമേ. ഈ ദൈവവചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന നിന്റെ ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. ഈ പുതുമാസം വിടുതലിന്റെ, സന്തോഷത്തിന്റെ, നന്മയുടെ മാസമാക്കി ദൈവകൃപയോടെ ഞങ്ങളെ നടത്തണമെന്ന് യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഈ സെപ്റ്റംബർ മാസം ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ വചനം അനുസരിച്ച് അംഗീകരിച്ച് പാലിച്ച് അതിൽ കൂടി 30-ഉം 60-ഉം 100-ഉം മേനി ഫലമുള്ളവരായി നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിന്മേൽ, കുടുംബ ജീവിതത്തിന്മേൽ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, സാമ്പത്തിക കാര്യത്തിൽ, ആരോഗ്യ കാര്യത്തിൽ, നിയമകാര്യത്തിൽ, ഭാവി കാര്യത്തിൽ, സമസ്ത മേഖലകളിലും വിടുതലും ഉയർച്ചയും നന്മയുമുള്ളവരായി ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സാക്ഷിക്കുവാനും സേവിക്കുവാനും സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനത്താൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.